നമസ്കാരം. പതിരും കതിരും. തോറ്റു തുന്നം പാടിയപ്പോൾ പൊരയ്ക്കകത്ത് കയറി കതകടച്ച് സന്ദേശത്തിലെ കോട്ടപ്പള്ളി പ്രഭാകരൻ ഇരുന്ന ഇരിപ്പ് ഓർക്കുന്നില്ലേ? ആഹാരം വിളമ്പി വെച്ചിട്ട് അമ്മ വിളിച്ചിട്ടും ചെന്നില്ല. തങ്ങളുടെ പാർട്ടി ജയിച്ചതിൻ്റെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുജനെ സമീപിക്കാൻ ഒരു മടി. ഒടുവിൽ അമ്മ ചെന്ന് നിർബന്ധിച്ച് വിളിക്കുകയായിരുന്നു പ്രഭാകരനെ അത്താഴമുണ്ണാൻ. അപ്പോൾ പ്രഭാകരൻ ചില വ്യവസ്ഥകൾ വെച്ചു. അവൻ ആ പ്രകാശൻ എന്നെ നോക്കി ചിരിക്കരുത്, എന്നോടവൻ കമാന്നൊരക്ഷരം മിണ്ടരുത്. അമ്മ ആ വ്യവസ്ഥ അംഗീകരിച്ചപ്പോഴാണ് പ്രഭാകരൻ ശാപ്പാട് കഴിക്കാൻ അടുക്കളയിലേക്ക് ചെന്നത്. പക്ഷേ തോറ്റു തുന്നം പാടിയ ചേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ പ്രകാശൻ മുന വെച്ച് ഓരോന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയതും കോട്ടപ്പള്ളി പിണങ്ങിയിറങ്ങിയതും നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ഈ കോട്ടപ്പള്ളി പ്രഭാകരൻ്റെ അവസ്ഥയിലാണ് പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പം സഭയിലിരിക്കുന്ന 34 ശിങ്കടികളും. ഗത്യന്തരമില്ലാതെ വന്നിരിക്കുകയാണ് ആ പാവങ്ങൾ. അവരെ നോക്കി മുള്ളു വെച്ച് പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് UDFൻ്റെ MLA മാർ. നിയമസഭയിലെത്താൻ യോഗമില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്ന മുൻ മന്ത്രിമാർക്കിട്ടും ശരിക്കും കിട്ടുന്നുണ്ട്. നന്ദി പ്രമേയത്തിന്മേൽ കരുനാഗപ്പള്ളി MLA CR മഹേഷ് നടത്തിയ ഒരു പ്രസംഗമായിരുന്നു അത്തരത്തിലൊന്ന്. അതുകേട്ട് AKG സെൻറ്ററിലിരിക്കുന്ന ഗോവിന്ദൻ മാത്രമല്ല, തളിപ്പറമ്പിലെ വീടിൻ്റെ അടുക്കളയിലിരിക്കുന്ന PK ശ്യാമള വരെ വിളറിപ്പോയി. സാർ, ഗോവിന്ദൻ മാഷി സഭയിൽ ഇല്ലാതിരുന്നത് ഒരു വലിയ നഷ്ടമാണ് സാർ. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങളെന്ന വാക്ക് ഇനി മലയാളം നിഘണ്ടുവിൽ ഉണ്ടായിരിക്കില്ല എന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാണ്ടായി. സഭയിൽ വരാൻ യോഗമില്ലാതെ പോയ KT ജലീൽ സാഹിബിനും കൊടുത്തു മഹേഷ് നല്ല ഒന്നാന്തര സമ്മാനം. KT ജലീൽ പാർട്ടി അംഗത്വം ഏറ്റുവാങ്ങിയതിനെ സംബന്ധിച്ചായിരുന്നു ആ പരാമർശം. കെട്ടുപ്രായം തികഞ്ഞ മക്കളുള്ള വാപ്പ പുയ്യാപ്പിളയാകാൻ പോയ കഥയായിരുന്നു അത്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ ജലീൽ സാഹിബ് മാറി നിന്നത്. പക്ഷേ പാർട്ടി നിർബന്ധിച്ച് നിർത്തി 8 നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് പുള്ളിക്ക് പാർട്ടി അംഗത്വം വേണമെന്ന മോഹമുദിച്ചത്. വലിയ ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം. പക്ഷേ പറഞ്ഞിട്ടെന്താണ് കാര്യം? മനുഷ്യന് വേണ്ടാതായാൽ ഒരു കോണിൽ ഒതുങ്ങാനേ നിവൃത്തിയുള്ളൂ. കളമശ്ശേരിയിൽ തോറ്റ P രാജീവിനെ കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ പഞ്ഞിക്കിട്ടതായിരുന്നു ഭയാനകമായ ഒരനുഭവം. നിൽക്കുന്ന നിൽപ്പിൽ ഇഹലോകവാസം വെടിഞ്ഞാലും വേണ്ടില്ല എന്ന അവസ്ഥയിലായി കാണും P രാജീവ്. രാജീവ് ഇപ്പോഴും തോറ്റതായി സമ്മതിക്കുന്നതേ ഇല്ല എന്നാണ് സജീന്ദ്രൻ പറഞ്ഞത്. ഈ തോൽവി അദ്ദേഹം താത്വികമായി എങ്ങനെ വിലയിരുത്തുന്നു എന്നതും അദ്ദേഹം പറഞ്ഞു. തോറ്റിട്ടും ജയിക്കുകയും ജയിച്ചിട്ടും തോൽക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിൻ്റെ ഭാഗമായി റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായ ചില മാറ്റങ്ങൾ സംഭവിച്ചുവെന്നാണ് രാജീവ് തൻ്റെ തോൽവിയെപ്പറ്റി പറഞ്ഞതത്രേ. എന്തുകൊണ്ട് തോറ്റുവെന്ന് മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില സംഭവങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുമെന്നും പറഞ്ഞു. പിന്നെയും പത്രക്കാർ ചോദിച്ചപ്പോൾ രാജീവ് പറയുകയാണ് പോലും, ഹോർമിസ് കടലിടുക്കിന് നടുവിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്നും ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച മാറ്റങ്ങളാണത്രേ ഈ തോൽവിക്ക് കാരണം. സജീന്ദ്രൻ ഇതിനിടയിൽ ഒന്നുകൂടി പറഞ്ഞു, അദ്ദേഹം ജയിച്ച് പ്രതിപക്ഷ നേതാവായിട്ട് വല്ലതും വന്നിരുന്നെങ്കിൽ സ്പീക്കറായ അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? ഡിക്ഷണറിയൊക്കെ തപ്പി അർത്ഥം തിരയേണ്ടി വന്നേനെ. എല്ലാവരും ഡെസ്കിലടിച്ച് കൂട്ടച്ചിരി നടത്തിയെങ്കിലും സഹിക്കാൻ വയ്യാതെ മന്ത്രി KN ബാലഗോപാൽ ചാടി എഴുന്നേറ്റു. സാർ, ഇത് അങ്ങയെ അപമാനിക്കുന്നതിന് തുല്യമാണ് സാർ. അങ്ങേക്കപ്പോൾ ഒന്നും അറിയില്ല, ഡിക്ഷണറി നോക്കാതെ എന്നല്ലേ അതിൻ്റെ അർത്ഥം സാർ. ഇത് തെറ്റായ കീഴ്വഴക്കമാണ് സാർ. സ്പീക്കറെ കളിയാക്കാൻ പാടില്ല സാർ. എന്നാൽ ഈ സഭയുടെ ഐശ്വര്യമെന്ന് പറയാവുന്ന ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ഫലിതമാണ് രസം. സ്പീക്കർ എന്നാൽ ക്ഷമയുടെ കേന്ദ്രമായിരിക്കണ്ടേ. മുൻകാലത്ത് സ്പീക്കറുടെ കസേര വലിച്ച് നിലത്തിടുകയും ആന കരിമ്പും കാട്ടി കയറിയ പോലെ ഡയസ് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തവന്മാരുടെ പാർട്ടിയാണ് സ്പീക്കർക്ക് വേണ്ടി ഇപ്പോൾ കണ്ണീരൊലിപ്പിക്കുന്നതെന്ന് ആലോചിക്കണം. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലമാടിയതല്ലാതെ യാതൊന്നും തന്നെ ചെയ്യാതെ തോറ്റുവിട്ടിരിക്കുന്ന ബിന്ദുവിനെയും വെറുതെ വിട്ടില്ല സജീന്ദ്രൻ. അടുത്ത ഇര AK ശശീന്ദ്രനായിരുന്നു. കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ചത് മയക്കുവെടിയേറ്റ ഒരു വനം മന്ത്രിയാണെന്ന് കൂടി പറഞ്ഞപ്പോഴേക്കും നിയമസഭയിൽ ചിരി പൊട്ടി. OK കേളു എന്ന പാവം മന്ത്രിയെ കബളിപ്പിച്ച് അനുവദിച്ച പട്ടികജാതി ഫണ്ട് തിരിച്ചു വാങ്ങിയ KN ബാലഗോപാലാണ് ഞാൻ പ്രസംഗിച്ചപ്പോൾ തടസ്സപ്പെടുന്നതെന്ന് കൂടി സജീന്ദ്രൻ പറഞ്ഞു കളഞ്ഞു. ദൈവമേ, സഭയിൽ ഉള്ളവരെയും ഇല്ലാത്തതിനെയും എല്ലാം എടുത്തിട്ട് അലക്കി അങ്ങ് വിരിക്കുകയാണല്ലോ ഈ ഭരണപക്ഷം. പ്രതിപക്ഷത്തിൻ്റെ താളമടിക്കാണെങ്കിൽ പഴയതുപോലെ ഉശിരില്ല താനും. പാർട്ടിയുടെ കണക്കനുസരിച്ച് പിണറായി വിജയനേക്കാൾ പ്രായക്കൂടുതലുള്ള ആളാണോ AN ഷംസീർ? അദ്ദേഹത്തെ വീട്ടിലിരുത്തി. പകരം കാരായി രാജനെ പോലെയുള്ള പ്രഗത്ഭരെ സഭയിൽ കൊണ്ടിരുത്തി. പിണറായിയുടെ ഈ ബുദ്ധി അപാരം തന്നെയാണ്.
UDFകാരുടെ പരിഹാസം അങ്ങ് പോട്ടെന്ന് വയ്ക്കാം. പക്ഷേ അതല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥിതി. സഭയിൽ വന്നുകൂടിയിരിക്കുന്ന വർഗവഞ്ചകന്മാരെല്ലാം പാർട്ടിയെ പാഠം പഠിപ്പിക്കുകയാണ്. ശരിക്കും എന്താണ് കമ്മ്യൂണിസം എന്നൊക്കെ റിയാസിനും സജി ചെറിയാനും കാരായി രാജനും KU ജനീഷ് കുമാറിനുമൊക്കെ മനസ്സിലായത് G സുധാകരൻ സഭയിൽ വീണ്ടും വന്നതോടുകൂടിയാണ്. ഈ സുധാകരനെയാണ് പോളിറ്റ് ബ്യൂറോ വിജയരാഘവൻ അധിക്ഷേപിച്ചത്. സുധാകരൻ മാനിഫെസ്റ്റോ തല കിഴുക്കനാന്തോക്കായിട്ടാണത്രേ വായിച്ചു പഠിച്ചത്. നേരെ പിടിച്ച് വായിച്ച ഗോവിന്ദൻ്റെയും വിജയരാഘവൻ്റെയും ഒക്കെ അവസ്ഥയാണ് ഭയാനകം. വീട്ടിൽ ചെന്ന് കയറിയാൽ പെമ്പറന്നോത്തിമാരുടെ മുഖത്ത് നോക്കാൻ ഗോവിന്ദനും വിജയരാഘവനും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരണം. ഞങ്ങൾ സഭയിൽ വരുമ്പോൾ ആരും ഞങ്ങളെ നോക്കി ചിരിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്, പരിഹസിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. പ്രതാപമുള്ള കാലത്ത് ഇവർക്കൊക്കെ സഭയിൽ വരാൻ എന്തൊരു കൊതിയായിരുന്നു, ആവേശമായിരുന്നു. റീൽസും BGM ഒക്കെ ഇട്ട് പച്ച പുൽച്ചാടിയെപ്പോലെ ചാടി നടന്ന റിയാസിൻ്റെയൊക്കെ അവസ്ഥ പരിതാപകരമാണ്. മുൻപ് ആ മുഖത്തൊരു പ്രൗഢിയും പ്രസന്നതയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തെളിച്ചമെന്ന് പറഞ്ഞ സാധനമില്ല. പല MLA മാരെയും പാർട്ടി പിടിച്ചു വലിച്ച് നിയമസഭയിൽ കൊണ്ടിരുത്തുകയാണ്. പിണറായി വിജയനെ തനിച്ചാക്കേണ്ട എന്ന കരുതി മാത്രമാണ് MLA മാർ പലരും സഭയിലെത്തുന്നത്. പിണറായി സാറിനെ വല്ലതും ആരെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് എപ്പോഴാണ് ശിവൻകുട്ടി ഇനി സഭയ്ക്കുള്ളിലേക്ക് കയറി വരുന്നത് മാത്രം ചിന്തിച്ചാൽ മതി.